ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഫാക്ടറിയിലാണ്. അപ്പോൾ ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഗാർബേജ് ഡസ്റ്റ്ബിൻ ബാഗുകളൊക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ബാഗ്, വലിയ ബാഗുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പല ക്വാളിറ്റിയുള്ള ബാഗുകളാണ് ചെയ്തു കൊടുക്കുന്നത്. അത് ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാനുൾസാണ് ഈ കാണുന്നത്. ഇത് പല കളറിലുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു മിക്സ് ചെയ്ത ഒരു ഗ്രാനുൾസാണ്. അത് കളർ ഏജൻ്റൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് കളറിലാണോ വേണ്ടത്, അപ്പോൾ അതിൻ്റെ കളർ ഏജൻറ്റായിട്ട് ആഡ് കഴിഞ്ഞാൽ ആ ഒരു കളറിൽ ബാഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യെല്ലോ കളറിലെ ബാഗ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഈ കാണുന്ന മിൽക്കി വൈറ്റ് ഗ്രാനുൾസാണ്. അതായത് ഒരു വൈറ്റ് കളറിലെ ബാഗ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഗ്രാനുൾസാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേക ഒരു കളർ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിലൊരു ഡിഫറൻറ്റ് കളർ കാണുന്നത് ആ വേസ്റ്റ് വന്ന പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടാവും, അതിനെ ഗ്രാനുൾസ് ആക്കി ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ഡിഫറൻറ്റ് കളർ കാണുന്നത്. അപ്പോൾ ഈ മിക്സ് ചെയ്ത ഗ്രാനുൾസും ആ കളർ ഏജൻറ്റേക്ക് ആഡ് ചെയ്ത ഗ്രാനുൾസ് ഈ കാണുന്ന ഫണലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് തന്നെ കുറേ ഹീറ്റിംഗ് എലമെൻ്റൊക്കെ വെച്ചിട്ട് തന്നെ ചൂടാക്കിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ കാണുന്ന ബ്ലോവറിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും 4 വശത്തേക്കും അതിന് എയർ കൊടുത്തിട്ട് ഒരു എയർ കടത്തി വിട്ടിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ എയർ കടത്തി വിട്ടിട്ട് അതിന് ട്യൂബ് പോലെ ആക്കിയിട്ട് അത് ഉരുകിയ ഒരു പ്ലാസ്റ്റിക്കിനെ ഒരു ട്യൂബ് പോലെ ആക്കിയിട്ട് മേളിൽ കാണുന്ന കുറേ റോളേഴ്സ് മേളിൽ കാണാൻ സാധിക്കും. ആ റോളറിലോട്ട് അതിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ആ എയർ കൊടുക്കുമ്പോഴേക്കും വളരെ സാവധാനം മേളിലേക്ക് വലിച്ച് ഒരു ട്യൂബ് ഷേപ്പിൽ മേളിലേക്ക് ഇത് വലിച്ചെടുക്കുന്നു. അങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഷീറ്റാക്കി മാറ്റുന്നത്. അതിന് സ്ട്രെച്ച് ചെയ്ത് മേളിലേക്ക് കയറ്റിയിട്ട് അവിടുന്ന് പല റോളറിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് ഒരു പ്ലാസ്റ്റിക് ബാഗായിട്ട് മാറുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റിയൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന 4 വശം കണക്ട് ചെയ്യുന്ന ബ്ലോവറിൻ്റെ ആ ഫ്ലോ അനുസരിച്ചൊക്കെയാണ് അതിൻ്റെ ഒരു ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇവർക്ക് കിട്ടുന്ന റിക്വയർമെൻറ്റ് പ്രകാരം അത് HDP അല്ലെങ്കിൽ LDP എന്ന അല്ല പല ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പവർ ഫെയിലർ ആകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും ആ ഉരുകിയ ഗ്രാനുൾസ് ഒരു ഷീറ്റ് അതിന് മുമ്പ് അതിനെ കുറച്ച് കട്ടിയായിട്ടിരുന്ന സമയത്ത് ആ പവർ ഫെയിലർ ആയി കഴിഞ്ഞാൽ അത്രയും ഗ്രാനുൾസ് നഷ്ടമായിട്ട് വരും. അങ്ങനെ വരുന്ന വേസ്റ്റേജിനെ എടുത്തിട്ട് അവർ വീണ്ടും അതിനെ പൊടിച്ച് ഗ്രാനുൾസ് ആക്കിയിട്ട് അത് നേരത്തെ കാണിച്ച അതാണ് നേരത്തെ ഒരു കളർ ഷെയ്ഡ് ഡിഫറൻസ് കാണിച്ചതുകൊണ്ടാണ് ആ ഗ്രാനുൾസിലേക്ക് അത് വീണ്ടും ഗ്രാനുൾസ് ആക്കിയിട്ട് ആ വേസ്റ്റ് വന്ന പ്ലാസ്റ്റിക് കൂടെ ഗ്രാനുൾസ് ആക്കിയിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം നികത്താനായിട്ട് സാധിക്കും. ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആണെങ്കിലും ഇതിനകത്ത് ആ ഒരു ഗ്രാനുൾസ് ആഡ് ചെയ്യാനും അല്ലെങ്കിൽ കളർ ഏജൻറ്റ് ആഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മാൻ പവർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഷീറ്റായി വന്ന ഈ റോളറിനെടുത്ത് മാറ്റാനും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മാൻ പവർ ആവശ്യമാണ്. വളരെ സ്ലോവിലി നടന്നു മാറിക്കൊണ്ടിരുന്ന പ്രോസസ്സാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റിംഗ് സെക്ഷൻ വരുന്നത് വേറെയാണ്. ഇവിടെ ജസ്റ്റിൻ്റെ ഷീറ്റായിട്ട് മാത്രമേ അത് ചെയ്ത് മാറുന്നുള്ളൂ. ബാക്കി ബ്രാൻഡിങ് അത് ചെയ്യുന്നതൊക്കെ തൊട്ടപ്പുറത്തെ സെക്ഷനിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.